പൈവളകയിൽ 15 വയസ്സുകാരെ കാണാതായിട്ട് 20 ദിവസം കഴിഞ്ഞ് മൃതദേഹം കണ്ടെത്തും വരെ പോലീസ് അന്വേഷണം എങ്ങും എത്താത്തതിൽ കാസർകോട്ടെ പോലീസിന് ഗുരുതരമായ വിമർശനം ഹൈക്കോടതിയിൽ നേരിട്ടതാണ്. സമാനമായ തന്നെ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാസർകോട് അമ്പലത്തറയിൽ കാണാതായ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ തേടിയുള്ള അന്വേഷണം വഴിമുട്ടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും പരാതിക്കാരെ പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നും കുടുംബം 24-നോട് പറഞ്ഞു. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അന്വേഷിക്കുന്ന കേസിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള നീക്കവും നടക്കുന്നു. ലാണ് അമ്പലത്തറ മുണ്ടപ്പള്ളം സ്വദേശിയായ ദളിത് പെൺകുട്ടിയെ കാണാതാവുന്നത്. 8 വർഷം മുൻപ് കാസർകോട് ഒടയഞ്ചാലിൽ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ വെച്ച് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായിരുന്നു. ഈ കേസ് വിചാരണയിലേക്ക് കടന്ന സമയത്ത് പെൺകുട്ടി കോടതിയിൽ ഹാജരായില്ല. ഇത് അന്വേഷിച്ചെത്തിയ പോലീസുകാരാണ് കുട്ടിയെ കാണാനില്ലെന്ന് ആദ്യം മനസ്സിലാക്കിയത്. കൂത്തുപറമ്പിൽ ജോലി ചെയ്തിരുന്ന സഹോദരനെ ഇക്കാര്യം അറിയിക്കുകയും പെൺകുട്ടിയുടെ തിരോധാനം സംബന്ധിച്ച പരാതി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ 13 വർഷം പിന്നിട്ടിട്ടും പെൺകുട്ടിയെക്കുറിച്ച് വിവരമില്ലെന്ന് കുടുംബം പറയുന്നു. ആ സാറുമ്പോൾ നമ്മളെ രണ്ടാളും കൂട്ടിക്കൊണ്ടുപോയിട്ട് മദ്യങ്ങൾ നമ്മളെ കൈമുള്ള പൈസ എല്ലാം കംപ്ലീറ്റ് ഊറ്റി കുടിച്ചു. ആരോഗ്യം തോന്നിയ കക്ഷി ഭയങ്കര ഭീഷണിയാണ് പുള്ളിക്കാരൻ. ഞാനാന്ന് എൻ്റെ പെങ്ങളെ കൊന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ സംശയം അവർ പ്രതികളെന്തോ ചെയ്തെന്നാണ് നമ്മളെ ഒരു കണക്കൂട്ടൽ. പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികളായ ഒടയഞ്ചാൽ സ്വദേശി സെബാസ്റ്റ്യൻ, സുഹൃത്തുക്കളായ വിനോദ് എന്നിവർ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് കുട്ടിയെ കാണാതായതെന്ന് കുടുംബം പറയുന്നുണ്ട്. പ്രതികളിൽ ഒരാളുടെ പറമ്പിൽ ഉപയോഗശൂന്യമായിരുന്ന കിണർ ഈ കാലയളവിൽ മൂടിയെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിരുന്നു. പക്ഷേ ഈ പ്രതികളെക്കുറിച്ചോ കിണർ കേന്ദ്രീകരിച്ചോ പോലീസ് അന്വേഷണം നടത്തിയില്ല. 2015-2016 കാലയളവിൽ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല. ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. പക്ഷേ ഇതിനിടെ തിടുക്കപ്പെട്ട് കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള നീക്കം നടത്തുന്നതിന് പിന്നിൽ അട്ടിമറി സാധ്യതയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. യുക്തിസഹിതമായ അനുമാനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിലേക്കൊന്നും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടില്ല. ആ അതിജീവിതയെ കാണാതായിട്ട് വർഷങ്ങളേറെയാവുകയാണ്. ഇപ്പോഴും ഒരു തുമ്പ് പോലും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല.